പ്രമാദമായ കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഒന്നാം പ്രതി അജേഷ്, രണ്ടാം പ്രതി നിതിൻ കുമാർ, മൂന്നാം പ്രതി അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. വിധി വേദനാജനകമെന്നും വിധി പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പറയാൻ പറ്റും. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പറഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി എനിക്ക് കോടതിയുടെ വെള്ളെ പറയാൻ കിട്ടുന്നില്ല. എന്തോ കുട്ടീനെ കാണുന്നില്ല. കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമാണെന്നും DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയാണെന്നും അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ഷാജിദ് പറഞ്ഞു. 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. നിരപരാധികളായ ചെറുപ്പക്കാർക്ക് ആശ്വാസകരമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായതെന്ന് പ്രതിഭാഗം പറഞ്ഞു. വിചാരണ ഘട്ടത്തിൽ പോലും പല രീതിയിലും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനും കഴിഞ്ഞ 7 വർഷമായിട്ട് 3 ചെറുപ്പക്കാരെ തടവിലിടാനും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായി കഴിഞ്ഞാലും എല്ലാ പ്രതികൾക്കും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ട്. 2017 മാർച്ച് 21 പുലർച്ചെ പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സാമുദായിക സംഘർഷം സൃഷ്ടിക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ 7 വർഷക്കാലമായി ജയിലിലായിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ PK സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.